ശാന്തി 28/2/25 പ്രഭാത മുരളി ബാബ് ദാദ മധുബൻ. ബാബ് പറയുന്നു, മധുരമായ കുട്ടികളെ, ശാന്തി വേണമെന്നുണ്ടെങ്കിൽ അശരീരിയാകൂ. ഈ ദേഹബോധത്തിൽ വരുന്നതിലൂടെ തന്നെയാണ് അശാന്തി ഉണ്ടാകുന്നത്. അതിനാൽ തൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യൂ. ചോദ്യം: യഥാർത്ഥ ഓർമ്മ എന്താണ്? ഓർമ്മിക്കുന്ന സമയത്ത് ഏത് കാര്യത്തിൻ്റെ വിശേഷ ശ്രദ്ധ ആവശ്യമാണ്? ഉത്തരം: സ്വയം ഈ ദേഹത്തിൽ നിന്നും വേറിട്ട ആത്മാവായി മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇത് തന്നെയാണ് യഥാർത്ഥ ഓർമ്മ. ഒരു ദേഹവും ഓർമ്മ വരരുത്. ഈ ശ്രദ്ധ വെക്കേണ്ടത് ആവശ്യമാണ്. ഓർമ്മയിൽ ഇരിക്കുന്നതിന് വേണ്ടി ജ്ഞാനത്തിൻ്റെ ലഹരി കയറിയിട്ടുണ്ടാകണം. ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, ബാബ നമ്മളെ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാക്കുന്നു. നമ്മൾ മുഴുവൻ സമുദ്രത്തിൻ്റെയും മുഴുവൻ ഭൂമിയുടെയും അധികാരിയാകുന്നു. ഗീതം: നിന്നെ നേടി നമ്മൾ ലോകം നേടി. ഓം ശാന്തി. ഓം എന്നതിൻ്റെ അർത്ഥം തന്നെ അഹം, ഞാൻ, ആത്മാവാണ് എന്നാണ്. മനുഷ്യർ ഓം എന്നാൽ ഭഗവാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇങ്ങനെയല്ല. ഓം എന്നാൽ ഞാൻ, ആത്മാവ്, ഇത് എൻ്റെ ശരീരം. ഓം ശാന്തി എന്ന് പറയുന്നുവല്ലോ. അഹം ആത്മാവിൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. ആത്മാവ് തൻ്റെ പരിചയം നൽകുന്നു. മനുഷ്യർ ഓം ശാന്തി എന്ന് പറയുന്നുണ്ടെങ്കിലും ഓം എന്നതിൻ്റെ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല. ഓം ശാന്തി എന്ന വാക്ക് നല്ലതാണ്. ഞാൻ ആത്മാവാണ്, എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. ഞാൻ ആത്മാവ് ശാന്തിധാമത്തിൽ വസിക്കുന്നവനാണ്. എത്ര സിമ്പിൾ അർത്ഥമാണ്. നീണ്ട വിസ്തൃതമായ കെട്ടുകഥകളൊന്നുമില്ല. ഈ സമയത്തെ മനുഷ്യർ ഇപ്പോൾ പുതിയ ലോകമാണോ അതോ പഴയ ലോകമാണോ എന്നതുപോലും അറിയുന്നില്ല. പുതിയ ലോകം പിന്നെ എപ്പോഴാണ് പഴയതാകുന്നത്? പഴയതിൽ നിന്നും വീണ്ടും പുതിയ ലോകം എപ്പോഴാകുന്നു? ഇത് ആർക്കും അറിയില്ല. ലോകം എപ്പോൾ പുതിയതാകുന്നു, പിന്നെ എങ്ങനെ പഴയതാകുന്നു എന്ന് ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആർക്കും പറയുവാൻ സാധിക്കില്ല. ഇപ്പോൾ കലിയുഗമാണ്, പഴയ ലോകമാണ്. പുതിയ ലോകം എന്ന് സത്യയുഗത്തെയാണ് പറയുന്നത്. ശരി, പുതിയത് പിന്നെ പഴയതാകുന്നതിന് എത്ര വർഷമെടുക്കുന്നു? ഇതും ആരും അറിയുന്നില്ല. മനുഷ്യനായിരുന്നിട്ടും ഇതറിയുന്നില്ല. അതിനാൽ ഇവരെ മൃഗങ്ങളെക്കാൾ മോശം എന്ന് പറയുന്നു. മൃഗങ്ങൾ സ്വയം തങ്ങളെക്കുറിച്ച് ഒന്നും പറയാറില്ല. മനുഷ്യർ പറയുന്നു, നമ്മൾ പതീതമാണ്, ഹേ പതീത പാവന വരൂ എന്ന്. എന്നാൽ ആ ഒന്നിനെ തീർത്തും അറിയുന്നില്ല. പാവനം എന്ന വാക്ക് എത്ര നല്ലതാണ്. പാവന ലോകം സ്വർഗമാകുന്ന പുതിയ ലോകം തന്നെയായിരിക്കും. ദേവതമാരുടെ ചിത്രങ്ങളുമുണ്ട്, പക്ഷേ ആരും മനസ്സിലാക്കുന്നില്ല. ഈ ലക്ഷ്മി നാരായണൻ പുതിയ പാവന ലോകത്തിൻ്റെ അധികാരിയാണ്. ഈ എല്ലാ കാര്യങ്ങളും പരിധിയില്ലാത്ത ബാബ തന്നെയാണ് ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. പുതിയ ലോകം എന്ന് സ്വർഗത്തെ പറയുന്നു. ദേവതമാരെ സ്വർഗവാസി എന്ന് പറയും. ഇപ്പോഴാണെങ്കിൽ പഴയ ലോകമായ നരകമാണ്. ഇവിടെ മനുഷ്യർ നരകവാസിയാണ്. ആരെങ്കിലും മരിക്കുകയാണെങ്കിലും പറയും സ്വർഗവാസിയായി എന്ന്. അപ്പോൾ അതിനർത്ഥം ഇവിടെ നരകവാസിയാണ് എന്നല്ലേ? കണക്കനുസരിച്ച് പറയുകയും ചെയ്യും, തീർച്ചയായും ഇത് നരകമാണ്. എന്നാൽ നിങ്ങൾ നരകവാസിയാണ് എന്ന് പറയുകയാണെങ്കിൽ അതൃപ്തമാകും. ബാബ മനസ്സിലാക്കിക്കുന്നു, കാഴ്ചയിൽ മനുഷ്യരാണ്, രൂപം മനുഷ്യൻ്റേതാണ്, എന്നാൽ സ്വഭാവം കുരങ്ങൻ്റേതുപോലെയാണ്. ഇതും പാടപ്പെട്ടിട്ടുണ്ടല്ലോ. സ്വയവും ക്ഷേത്രങ്ങളിൽ പോയി ദേവതമാരുടെ മുന്നിൽ പാടുന്നു, താങ്കൾ സർവഗുണസമ്പന്നമാണ്. സ്വയം തന്നെക്കുറിച്ച് എന്തു പറയും? നമ്മൾ പാപിയും
താഴ്ന്നവരുമാണ് എന്ന്. എന്നാൽ നിങ്ങൾ വികാരികളാണ് എന്ന് നേരിട്ട് പറയുകയാണെങ്കിൽ അതൃപ്തരാകും. അതിനാൽ ബാബ കേവലം കുട്ടികളോട് തന്നെയാണ് സംസാരിക്കുന്നതും മനസ്സിലാക്കിക്കുന്നതും. പുറത്തുള്ളവരോട് സംസാരിക്കുന്നില്ല. കാരണം കലിയുഗി മനുഷ്യർ നരകവാസിയാണ്. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗവാസിയാണ്. നിങ്ങൾ പവിത്രമായി കൊണ്ടിരിക്കുന്നു. നമ്മൾ ബ്രാഹ്മണരെ ശിവ് ബാബ പഠിപ്പിക്കുന്നു എന്നത് അറിയുന്നുണ്ട്. ആ ഒന്ന് പതീത പാവനാണ്. നമ്മൾ എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകുന്നതിനായി ബാബ വന്നിരിക്കുന്നു. എത്ര സിമ്പിൾ കാര്യങ്ങളാണ്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ആത്മാക്കൾ ശാന്തിധാമത്തിൽ നിന്നും വരുന്നു പാർട്ട് അഭിനയിക്കുന്നതിനു വേണ്ടി. ഈ ദുഃഖധാമത്തിൽ എല്ലാവരും ദുഃഖിതരാണ്. അതിനാൽ പറയുന്നു, മനസ്സിന് ശാന്തി എങ്ങനെ ഉണ്ടാകും, ആത്മാവിന് ശാന്തി എങ്ങനെ ഉണ്ടാകും എന്ന് പറയുന്നില്ല. നിങ്ങൾ ഓം ശാന്തി എന്ന് പറയുന്നുണ്ടല്ലോ. എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. പിന്നെ ശാന്തി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട്? സ്വയം ആത്മാവാണ് എന്ന് മറന്ന് ദേഹാഭിമാനത്തിൽ വന്നു പോകുന്നു. ആത്മാക്കൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ഇവിടെ പിന്നെ ശാന്തി എവിടെ നിന്നും ലഭിക്കും? അശരീരി ആകുന്നതിലൂടെ മാത്രമേ ശാന്തി ഉണ്ടാകൂ. ശരീരത്തിനോടൊപ്പം ആത്മാവുണ്ട്. അപ്പോൾ അതിന് തീർച്ചയായും സംസാരിക്കുകയും നടക്കുകയും ചെയ്യേണ്ടി വരും. നമ്മൾ ആത്മാക്കൾ ശാന്തിധാമത്തിൽ നിന്നും ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു. ഇതും ആരും മനസ്സിലാക്കുന്നില്ല. രാവണൻ തന്നെയാണ് നമ്മുടെ ശത്രു. എപ്പോൾ മുതലാണ് ഈ രാവണൻ ശത്രുവായത്? ഇതും ആരും അറിയുന്നില്ല. വലിയ വലിയ വിദ്വാൻമാർ, പണ്ഡിതന്മാർ തുടങ്ങി ഒരാൾ പോലും നമ്മൾ കോലമുണ്ടാക്കി കത്തിക്കുന്ന രാവണൻ ആരാണ് എന്നറിയുന്നില്ല. ജന്മജന്മാന്തരങ്ങളായി കത്തിച്ചു വന്നു, ഒന്നും അറിയുന്നില്ല. രാവണൻ ആരാണ് എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ പറയൂ, ഇതെല്ലാം കൽപ്പനയാണ്, അറിയുന്നതേയില്ല. അപ്പോൾ മറ്റെന്ത് റെസ്പോൺസ് നൽകും? ശാസ്ത്രങ്ങളിലുമുണ്ടല്ലോ, ഹേ രാംജി, ലോകം ഉണ്ടാക്കപ്പെട്ടിട്ടേയില്ല, ഇതെല്ലാം കൽപ്പനയാണ്. ഇങ്ങനെ ധാരാളം പേർ പറയുന്നു. ഇപ്പോൾ കൽപ്പന എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇത് സങ്കല്പങ്ങളുടെ ലോകമാണ് എന്ന് പറയുന്നു. ആര് എങ്ങനെ സങ്കല്പിക്കുന്നുവോ അത് നടക്കുന്നു. അർത്ഥം മനസ്സിലാക്കുന്നില്ല. ബാബ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ചിലരാണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു, ചിലർ മനസ്സിലാക്കുന്നതേയില്ല. ആരാണോ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് അവരെ ഒന്നാനമ്മയുടേത് എന്ന് പറയും. ആര് മനസ്സിലാക്കുന്നില്ലയോ അവർ രണ്ടാനമ്മയുടേതായി. ഇപ്പോൾ രണ്ടാനമ്മയുടെ കുട്ടികൾ അവകാശി ആവുകയില്ല. ബാബയുടെ അടുക്കൽ ഒന്നാനമ്മയുടെ കുട്ടികളുമുണ്ട്, രണ്ടാനമ്മയുടേതുമുണ്ട്. ഒന്നാനമ്മയുടെ കുട്ടികളാണെങ്കിൽ ബാബയുടെ ശ്രീമത്തനുസരിച്ച് പൂർണ്ണമായും നടക്കുന്നു. രണ്ടാനമ്മയുടേത് നടക്കുകയില്ല. ബാബ പറയുന്നു, ഇത് എൻ്റെ മതം അനുസരിച്ച് നടക്കുന്നില്ല, രാവണന്റെ മതത്തിലാണ്. രാമനും രാവണനും രണ്ട് വാക്കുകളുണ്ട്, രാമരാജ്യവും രാവണരാജ്യവും. ഇപ്പോൾ സംഗമമാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ബ്രഹ്മകുമാർ കുമാരിമാരേവരും ശിവ് ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എടുക്കുമോ? ശ്രീമത്തിലൂടെ നടക്കുമോ? അപ്പോൾ പറയുന്നു, ഏതൊരു മതം? ബാബ ശ്രീമത്ത് നൽകുന്നു, പവിത്രമാകൂ. ഇങ്ങനെ പറയുന്നു, ഞാൻ പവിത്രമായിരിക്കാം, പക്ഷേ പതി അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ ആരുടേതാണ് മാനിക്കേണ്ടത്? എൻ്റെ ആ പതി പരമേശ്വരനാണ്. കാരണം ഭാരതത്തിൽ പതി തന്നെ നിന്റെ ഗുരുവും ഈശ്വരനും സർവ്വതുമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു. പക്ഷേ ഇങ്ങനെ ആരും മനസ്സിലാക്കുന്നില്ല. ആ സമയത്ത് അതെ എന്ന് പറയുന്നു, ഒന്നും അംഗീകരിക്കുന്നില്ല. എന്നിരുന്നാലും ഗുരുക്കന്മാരുടെ അടുക്കൽ ക്ഷേത്രങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പതി പറയുന്നു, നിങ്ങൾ പുറത്തു പോകേണ്ടതില്ല, ഞാൻ രാമന്റെ മൂർത്തിയെ നിങ്ങൾക്ക് വീട്ടിൽ വച്ച് നൽകുകയാണ്.
പിന്നെ നിങ്ങൾ അയോധ്യയിലും മറ്റും എന്തിന് അലയുന്നു? അപ്പോൾ അംഗീകരിക്കുന്നില്ല. ഇതാണ് ഭക്തിമാർഗത്തിലെ തിക്കും തിരക്കും. അത് തീർച്ചയായും കൊള്ളും, ഒരിക്കലും അംഗീകരിക്കുകയില്ല. അത് ആ ഒന്നിൻ്റെ ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ടത് രാമനെയാണോ ക്ഷേത്രത്തെയാണോ? പക്ഷേ മനസ്സിലാക്കുന്നില്ല. ബാബു മനസ്സിലാക്കിച്ചു തരുന്നു. ഭക്തി മാർഗത്തിൽ ഹേ ഭഗവാനെ, വന്ന് നമ്മുടെ സദ്ഗതി ചെയ്യൂ എന്ന് പറയുകയും ചെയ്യുന്നു. കാരണം ആ ഒന്ന് തന്നെയാണ് സർവരുടെയും സദ്ഗതി ദാതാവ്. ശരി, ആ ഒന്ന് എപ്പോൾ വരുന്നു? ഇതും ആരും അറിയുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. രാവണൻ തന്നെയാണ് നിങ്ങളുടെ ശത്രു. രാവണൻ്റേതാണെങ്കിൽ അത്ഭുതമാണ്. അതിനെ കത്തിച്ചു വരിക തന്നെ ചെയ്യുന്നു, എന്നാൽ മരിക്കുന്നതേയില്ല. രാവണൻ എന്തു വസ്തുവാണ്? ഇതാരും അറിയുന്നില്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്. നമുക്ക് പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ശിവജയന്തിയും ആഘോഷിക്കുന്നു. എന്നാൽ ശിവനെ ആരും അറിയുന്നില്ല. ഗവൺമെന്റിനെയും നിങ്ങൾ മനസ്സിലാക്കിക്കുന്നു. ശിവൻ ഭഗവാനാണ്. ആ ഒന്ന് കൽപ്പകൽപ്പങ്ങളിൽ വന്ന് ഭാരതത്തെ നരകവാസിയിൽ നിന്നും സ്വർഗവാസിയും ബഗറിൽ നിന്നും പ്രിൻസുമാക്കുന്നു, പതിതരെ പാവനമാക്കുന്നു. ആ ഒന്ന് സർവരുടെയും സദ്ഗതി ദാതാവാണ്. ഈ സമയത്ത് എല്ലാ മനുഷ്യരും ഇവിടെയുണ്ട്. ക്രൈസ്റ്റിന്റെ ആത്മാവും ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ ഇവിടെയുണ്ട്. തിരികെ ആർക്കും പോകാൻ സാധിക്കില്ല. ഇവരുടെ എല്ലാം സദ്ഗതി ചെയ്യുന്നവൻ ഒരേ ഒരു വലിയ ബാബയാണ്. ആ ഒന്ന് വരുന്നതും ഭാരതത്തിലാണ്. വാസ്തവത്തിൽ ഭക്തിയും ആ ഒന്നിൻ്റേതാണ് ചെയ്യേണ്ടത്. ആ ഒന്ന് സദ്ഗതി നൽകുന്നു. ആ നിരാകാരനായ ബാബ ഇവിടെയില്ല. ആ ഒന്നിനെ എല്ലായ്പ്പോഴും മുകളിൽ ഉള്ളതായി മനസ്സിലാക്കി ഓർമ്മിക്കുന്നു. കൃഷ്ണനെ മുകളിൽ ഉള്ളതായി മനസ്സിലാക്കുകയില്ല. മറ്റെല്ലാവരെയും ഇവിടെ താഴെ ഓർമ്മിക്കും. കൃഷ്ണനെയും ഇവിടെയാണ് ഓർമ്മിക്കുക. കുട്ടികളായ നിങ്ങളുടേതാണ് യഥാർത്ഥ ഓർമ്മ. നിങ്ങൾ സ്വയം ഈ ദേഹത്തിൽ നിന്നും വേറിട്ട ആത്മാവായി മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾക്ക് ഒരു ദേഹത്തിൻ്റെയും ഓർമ്മ വരാൻ പാടില്ല. ഈ ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബാബ നമ്മളെ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാക്കുന്നു. മുഴുവൻ സമുദ്രത്തിൻ്റെയും മുഴുവൻ ഭൂമിയുടെയും മുഴുവൻ ആകാശത്തിൻ്റെയും അധികാരിയാക്കുന്നു. ഇപ്പോഴാണെങ്കിൽ എത്ര കഷ്ണങ്ങളാണ്! അന്യോന്യം പരിധിയിൽ വരാൻ അനുവദിക്കുന്നില്ല. അവിടെ ഈ കാര്യങ്ങളൊന്നുമില്ല. ഭഗവാൻ ഒരു പിതാവ് തന്നെയാണ്. എല്ലാവരും പിതാവ് തന്നെ പിതാവാണ് എന്നൊന്നുമല്ല പറയുന്നതും. ഹിന്ദുവും ചൈനീസും ഭായി ഭായിയാണ്. ഹിന്ദു മുസ്ലിം ഭായി ഭായിയാണ്. പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഹിന്ദു മുസ്ലിം സഹോദരി സഹോദരനാണ് എന്നൊരിക്കലും പറയില്ല. ഇല്ല, ആത്മാക്കളേവരും പരസ്പരം സഹോദരങ്ങളാണ്. എന്നാൽ ഈ കാര്യത്തെ അറിയുന്നില്ല. ശാസ്ത്രങ്ങളും മറ്റും കേൾക്കുമ്പോൾ സത്യം സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അർത്ഥം ഒന്നും തന്നെയില്ല. വാസ്തവത്തിൽ അസത്യമാണ്. സത്യഖണ്ഡത്തിൽ സത്യം തന്നെ സത്യം പറയുന്നു. ഇവിടെ അസത്യം തന്നെ അസത്യമാണ്. ആരോടെങ്കിലും നിങ്ങൾ അസത്യമാണ് പറഞ്ഞത് എന്ന് പറയുകയാണെങ്കിൽ പിണങ്ങും. നിങ്ങൾ സത്യമാണ് പറയുന്നത് എങ്കിലും ചിലർ അധിക്ഷേപിക്കാൻ തുടങ്ങും. ഇപ്പോൾ ബാബയെ നിങ്ങൾ ബ്രാഹ്മണർ മാത്രമേ അറിയുന്നുള്ളൂ. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ 5 തത്വവും തമോ പ്രധാനമാണ്. ഇക്കാലത്ത് മനുഷ്യർ ഭൂതങ്ങളുടെ പൂജയും ചെയ്യുന്നു. ഭൂതങ്ങളുടെ തന്നെ ഓർമ്മയാണുള്ളത്. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. ഭൂതങ്ങളെ ഓർമ്മിക്കാതിരിക്കൂ. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ ബുദ്ധിയുടെ യോഗം ബാബയുമായി ചേർക്കൂ. ഇപ്പോൾ ദേഹി അഭിമാനി ആകണം. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അപ്പോൾ വികർമ്മം വിനാശമാകും. ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം നിങ്ങൾക്ക് ലഭിക്കുന്നു.
ഇപ്പോൾ നിങ്ങൾക്ക് വികർമാജീത് ആകേണ്ടതുണ്ട്. അതാണ് വികർമാജീത് സംവത്സരം. ഇതാണ് വികർമ്മി സംവത്സരം. നിങ്ങൾ യോഗബലത്തിലൂടെ വികർമ്മങ്ങളുടെ മേൽ ജയം നേടുന്നു. ഭാരതത്തിൻ്റെ യോഗം പ്രസിദ്ധമാണ്. മനുഷ്യർ അറിയുന്നതേയില്ല. സന്യാസിമാർ പുറത്തുപോയി പറയുന്നു, നമ്മൾ ഭാരതത്തിൻ്റെ യോഗം പഠിപ്പിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇവർ ഹഠയോഗിയാണ് എന്നത് അവർക്കറിയില്ല. അവർക്ക് രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ രാജ ഋഷിയാണ്. അവർ പരിധിയുള്ള സന്യാസിയാണ്. നിങ്ങൾ പരിധിയില്ലാത്ത സന്യാസിയാണ്. രാപകലിൻ്റെ വ്യത്യാസമുണ്ട്. ബ്രാഹ്മണരായ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇത് പുതിയ കാര്യങ്ങളാണ്. പുതിയവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനാൽ പുതിയവരെ ഒരിക്കലും അലൗ ചെയ്യുന്നില്ല. ഇത് ഇന്ദ്രസഭയാണല്ലോ. ഈ സമയത്ത് എല്ലാവരും കല്ലുബുദ്ധിയാണ്. സത്യയുഗത്തിൽ നിങ്ങൾ പവിഴ ബുദ്ധിയാണ്. ഇപ്പോൾ സംഗമമാണ്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും കല്ലിൽ നിന്നും പവിഴമാക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇവിടെ പവിഴബുദ്ധിയാകുവാൻ വന്നിരിക്കുന്നു. തീർച്ചയായും ഭാരതം സ്വർണത്തിൻ്റെ പറവ ആയിരുന്നല്ലോ. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നല്ലോ. ഇവർ ഒരിക്കൽ രാജ്യം ഭരിച്ചിരുന്നു എന്നതും ആർക്കും അറിയില്ല. ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. പിന്നെ ഇവർ എവിടെ പോയി? നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. 84 ജന്മങ്ങൾ എടുത്തു. ഇപ്പോൾ തമോ പ്രധാനമാണ്. വീണ്ടും ബാബയിലൂടെ സതോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുന്നു. തത്വം അത് നീയാകുന്നു. ഈ നോളജ് ബാബയ്ക്കല്ലാതെ സാധു സന്യാസിമാർ തുടങ്ങിയവർക്കാർക്കും നൽകാൻ സാധിക്കില്ല. അത് ഭക്തിമാർഗമാണ്. ഇത് ജ്ഞാനമാർഗമാണ്. കുട്ടികളായ നിങ്ങളുടെ അടുക്കൽ ഏതെല്ലാം നല്ല നല്ല ഗീതങ്ങളുണ്ടോ അത് കേൾക്കൂ. അപ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാകും. സന്തോഷത്തിൻ്റെ രസം പൂർണ്ണമായും കയറും. പിന്നെ ആ ലഹരി സ്ഥായിയായി നിലനിൽക്കുകയും വേണം. ഇതാണ് ജ്ഞാനാമൃതം. അവർ മദ്യം കുടിക്കുന്നു, അപ്പോൾ ലഹരി കയറുന്നു. ഇവിടെ ഇത് ജ്ഞാനാമൃതമാണ്. നിങ്ങളുടെ ലഹരി ഇറങ്ങുവാൻ പാടില്ല. സദാ കയറിയിരിക്കണം. നിങ്ങൾ ഈ ലക്ഷ്മി നാരായണനെ കണ്ട് എത്ര സന്തോഷിക്കുന്നു. നമ്മൾ ശ്രീമത്തിലൂടെ വീണ്ടും ശ്രേഷ്ഠാചാരി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നത് അറിയുന്നുണ്ട്. ഇവിടെ കാണുമ്പോഴും ബുദ്ധിയോഗം ബാബയിലും സമ്പത്തിലും ചേർന്നിരിക്കട്ടെ. ശരി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വികർമാജീത് ആകുന്നതിനായി യോഗബലത്തിലൂടെ വികർമ്മങ്ങളുടെ മേൽ ജയം നേടണം. ഇവിടെ കാണുമ്പോഴും ബുദ്ധിയോഗം ബാബയിലും സമ്പത്തിലും യോജിച്ചിരിക്കണം. ബാബയുടെ സമ്പത്തിൻ്റെ പൂർണ്ണ അധികാരം പ്രാപ്തമാക്കുന്നതിനായി ഒന്നാനമ്മയുടേതാകണം. ഒരു ബാബയുടെ തന്നെ ശ്രീമത്തിലൂടെ നടക്കണം. ബാബ എന്ത് മനസ്സിലാക്കിച്ചു തരുന്നുവോ അത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. വരദാനം: ദിവ്യ ബുദ്ധിയുടെ ലിഫ്റ്റിലൂടെ 3 ലോകങ്ങളുടെയും സവാരി ചെയ്യുന്ന സഹജയോഗിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ എല്ലാ കുട്ടികൾക്കും ദിവ്യ ബുദ്ധിയുടെ ലിഫ്റ്റ് ലഭിക്കുന്നു. ഈ വണ്ടർഫുൾ ലിഫ്റ്റിലൂടെ 3 ലോകങ്ങളിൽ എവിടെ ആഗ്രഹിക്കുന്നോ അവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. കേവലം സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്യൂ. അപ്പോൾ സെക്കൻഡിൽ എത്തിച്ചേരും. എത്ര സമയം ഏത് ലോകത്തിൻ്റെ അനുഭവം ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത്രയും സമയം അവിടെ സ്ഥിതി ചെയ്യുവാൻ സാധിക്കുന്നു. ഈ ലിഫ്റ്റിനെ യൂസ് ചെയ്യുന്നതിനായി അമൃതവേളയിൽ കെയർഫുള്ളായി സ്മൃതിയുടെ സ്വിച്ചിനെ യഥാർത്ഥ രീതിയിൽ സെറ്റ് ചെയ്യൂ. അതോറിറ്റിയായി ഈ ലിഫ്റ്റിനെ കാര്യത്തിൽ ഉപയോഗിക്കൂ. അപ്പോൾ സഹജയോഗിയായി മാറും. പ്രയത്നം സമാപ്തമാകും. സ്ലോഗൻ:
മനസ്സിനെ സദാ ആഹ്ലാദത്തിൽ വയ്ക്കണം. ഇതുതന്നെയാണ് ജീവിതം ജീവിക്കുന്നതിൻ്റെ കല. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ, ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏകാന്തവാസി എന്നതിന് ഡബിൾ അർത്ഥമുണ്ട്. കേവലം പുറമേയുള്ള ഏകാന്തതയല്ല, എന്നാൽ ഒന്നിൻ്റെ ആഴങ്ങളിൽ മുഴുകുന്നതാണ് ഏകാന്തത. ഇല്ലെങ്കിൽ പിന്നെ കേവലം പുറമേയുള്ള ഏകാന്തത ഉണ്ടായിരിക്കും. അപ്പോൾ വിരസമാകും. ദിവസം എങ്ങനെ കടന്നു പോകുമെന്ന് അറിയില്ല എന്ന് പറയും. എന്നാൽ ഒരു ബാബയുടെ ആഴങ്ങളിൽ മുഴുകൂ. ഏതുപോലെ സാഗരത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ എത്ര ഖജനാവുകൾ ലഭിക്കുന്നു, അതേപോലെ ഒന്നിൻ്റെ ആഴങ്ങളിലേക്ക് പോവുക എന്നാൽ ബാബയിൽ നിന്നും ഏത് പ്രാപ്തികളാണോ ഉണ്ടായത് അതിൽ മുഴുകൂ. ഓം ശാന്തി. മനസ്സാ സേവനത്തിൻ്റെ അഭ്യാസം. ഹൃദയേശ്വരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോൾ പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലെത്തിച്ചേർന്ന് അനുഭവമായ സുഖശാന്തിയുടെ ദിവ്യ അനുഭൂതിയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുകയാണ്. ഈ സർവശ്രേഷ്ഠ സംഗമയുഗത്തിൽ ഈ ദിവ്യമായ അനുഭൂതികൾ നുകരുന്നതിനോടൊപ്പം വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടവും എനിക്ക് അണിയേണ്ടതുണ്ട്. സുഖശാന്തിയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾ, ഹേ സുഖദേവ, ഹേ ശാന്തി ദേവ, സുഖത്തിൻ്റെ ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് വിളിക്കുന്നു. പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭൂതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ സുഖശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളെ സ്പർശിച്ച് അവരെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ.